പിണറായി കാവിയുടുക്കാൻ ഇനി വലിയ വർഷങ്ങളൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. കാരണം അയ്യപ്പനെയും അംഗീകരിച്ച, മാതാ അമൃതാനന്ദമയി അംഗീകരിച്ച ഹിന്ദുക്കളെ മുഴുവൻ ചേർത്ത് നിർത്തിയ പിണറായി ഉടൻ തന്നെ കാവിയും ഉടുക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അതിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയെല്ലാം ഭക്തിമയം. അമ്മേ ദേവി നീ തന്നെ കാത്തോളണേ. 2026 ടീം LDF അധികാരത്തിൽ വരുമെന്നും ഈ വിഭ്രാന്തിയിലാണ് അയ്യപ്പ സംഗമം നടത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആഞ്ഞടിക്കുമ്പോൾ സർക്കാരിന്റെ ഈയിടെയായിട്ടുള്ള നീക്കുപോക്കും അത് ശരിവെക്കുന്നതാണ്. സ്ത്രീകളെ മലകയറ്റി ആചാര ലംഘനം നടത്തിയവരാണ് അയ്യപ്പ സംഗമം നടത്തിയത്. അത് ഓർക്കുക. സ്ത്രീ പ്രവേശനത്തിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കുമോ എന്നും പ്രതിപക്ഷ നേതാവ് സ്റ്റേജിൽ ചോദിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന്റെ വികസന സദസ്സ് വിഷയങ്ങളിൽ UDF കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു സതീശൻ വാളെടുത്തത്. സതീശൻ്റെ ഒരു വല്ലാത്ത വിഭ്രാന്തിയും അസഹിഷ്ണുതയുമാണ്. കൊണ്ടുപോകുമോ ഇത്തവണയും LDF എന്നുള്ളതാണ് സതീശൻ്റെ ഒരു വല്ലാത്തൊരു വിഭ്രാന്തിക്ക് കാരണം. 2 കൊല്ലവും കിട്ടിയില്ല, 3ാമത്തെ കൊല്ലമെങ്കിലും ആ സീറ്റ് കിട്ടുമോ, മുഖ്യമന്ത്രി കസേര കിട്ടുമോ, ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു പോയി എന്നാണ് സതീശൻ പറയുന്നത്. പക്ഷെ സതീശന് പ്രതീക്ഷയില്ല. ദേവസ്വം ബോർഡിനായി ഒന്നും ചെയ്യാത്ത സർക്കാരാണ് കപട അയ്യപ്പ ഭക്തി കാണിക്കുന്നത്. കൺവെന്റ് പ്രകാരം ദേവസ്വം ബോർഡിന് നൽകേണ്ട തുക 10 കോടി രൂപയാക്കി പിണറായി സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. പക്ഷേ പേപ്പറിലെ ഉള്ള ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പേപ്പറിലെ കാര്യങ്ങളുള്ളൂ, ഇതുവരെ കൊടുത്തിട്ടില്ല. നേരത്തെയുള്ള 82 ലക്ഷം കൊടുത്തിട്ട് തന്നെ 3 വർഷമായി. 76 വർഷവും 3 മാസവും കഴിഞ്ഞപ്പോഴാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ആ പേടി ഉണ്ടായിരുന്നില്ല. 2026 കണ്ടു പേടിച്ചാണ് ഇപ്പോൾ പ്ലാറ്റിനം ജൂബിലി എന്നാണ് സതീശൻ പറയുന്നത്. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ച വാസവൻ പുളകിതനാകുന്നത് കണ്ടു. അതെന്താ യോഗി ആദിത്യനാഥ് വല്ല കുൽസിത ബുക്കുമാണോ അയച്ചത് പുളകിതനാകാൻ? അല്ല, മനസ്സിലായില്ല. അത് അയ്യപ്പ സംഗമത്തിന്റെ ഇതിലല്ലേ അയച്ചത് പുളകിതനാകാൻ? പുളകിതനാകുന്നത് കണ്ടു. UDF സർക്കാരിന്റെ കാലത്താണ് യോഗിയുടെ സന്ദേശം വായിച്ചതെങ്കിൽ കേരളത്തിൽ എന്താകുമായിരുന്നു സ്ഥിതിയെന്നും സതീശൻ ചോദിക്കുന്നു. എന്താകുമായിരുന്നു സ്ഥിതി? അവിടെ വാസവം പുളകിതനായെങ്കിൽ ഇവിടെ പുളകിതനാകാൻ കുറച്ച് കൂടുതൽ പേരുണ്ടല്ലോ. വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊന്ന് പുളകിതനാകാം, ഷാഫി പറമ്പലിനൊന്ന് പുളകിതനാകാം, എൽദോസ് കുന്നംപള്ളിക്കൊന്ന് പുളകിതനാകാം. ആര് വേണമെങ്കിലും പുളകിതനായിക്കോളൂ, അതിനൊന്നും പ്രശ്നമില്ല. യോഗിയുടെ കത്ത് കണ്ട് ആർക്കും പുളകിതനാകാം, അതിൽ പ്രശ്നമൊന്നുമില്ല. പിണറായി യോഗിയുടെ കൂട്ടുകാരനാണെന്നാണ് പിണറായി കാഷായ വസ്ത്രം ധരിക്കുന്നത്. പിണറായി യോഗിയുടെ കൂട്ടുകാരനാണ്, നല്ല കാര്യം. എന്നാണ് പിണറായി കാഷായ വസ്ത്രം ധരിക്കുന്നത് എന്നാണെന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി. അതിപ്പോൾ പിണറായിക്ക് ഇഷ്ടമുള്ള പണി കിട്ടണ. അണ്ണ ഇനിയിപ്പോൾ കിടന്ന് ഭ്രാന്ത് പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെയൊക്കെ കാഷായ വസ്ത്രം ധരിക്കണേ. കാഷായ ഇപ്പം RSSന്റെ മാത്രം വസ്ത്രമായി മാറിയ. ഈ RSS അല്ലാത്ത കോൺഗ്രസ്സുകാരും കാഷായ വസ്ത്രം ധരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്തായാലും പോട്ടെ. കേരളത്തിലെ ജനങ്ങളെ കുറച്ച് കാണരുത് എന്ന് സതീശൻ പറയുകയാണ്. അധികാര വികേന്ദ്രീകരണം നടത്തിയ ശേഷം അത് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന സർക്കാരാണ്. വികസന സദസ്സ് ആരെ പറ്റിക്കാണെന്നാണ് സതീശൻ ചോദിക്കുന്നത്. സതീശന്റെ വീഡിയോയിൽ ഇതൊക്കെ, അതായത് സതീശൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: യോഗി ആദിത്യനാഥിന്റെ സന്ദേശം യോഗി ആദിത്യനാഥിന്റെ സന്ദേശം കണ്ട് വാസവൻ പുളകിതനാകുന്നത് ഞാൻ കണ്ടു. ഞാൻ ഒരു നിമിഷം ഓർത്തു, വല്ല UDF സർക്കാർ ഇരിക്കുന്ന സമയത്താണ് ദേവസ്വം ബോർഡിന്റെ ഒരു യോഗത്തിലായിരുന്നു യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചതെങ്കിൽ കേരളത്തിൽ എന്തായന പിന്നെ. അതല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ആ യാത്രയിലാണ് പിണറായി വിജയൻ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ്. ഇനി എപ്പോഴാണ് അദ്ദേഹം കാഷായ വസ്ത്രം ധരിക്കുന്നത് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ആ പോക്ക് തത്വമസി എന്നൊക്കെ പിണറായി പറയുന്നുണ്ട്. അത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഞാൻ. തത്വമസി അത് നീയാണ് എന്നൊക്കെ അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നത് കേട്ടിട്ട് ഞാൻ നോക്കിയെങ്കിലും എനിക്കത് ഇപ്പോഴും ഞാൻ ഞെട്ടലിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല. ഒരു മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇംഗ്ലീഷും കടിച്ചപ്പെട്ടാത്ത വാക്കുകളൊക്കെയാണ്. വിനയപൂർവ്വം പറയാനുള്ളത് അതാണ്. പറയാനുള്ളത് ഇവിടെ ഒരു സാധനം വന്നേക്കുവാണ്. PKS എന്ന സദസ്സ്. ഇവിടെയാണ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനും അടുത്ത മാസം 15-ാം തീയതി ആകുമ്പോഴേക്ക് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുക. ഏത് ലോക്കൽ ബോഡി? അപ്പോൾ എന്തിനാണോ വികസന സദസ്സ്? കാശ് എവിടെ നിന്ന്? അത് ലോക്കൽ ബോഡി എടുത്തോളാൻ.
ഇവിടത്തെ കാശ് എടുത്തോളാൻ പറയുന്നത് ആരെ പറ്റിക്കാനാണ്? ഇപ്പോ വികസന സദസ്സ് ഈ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയതിനു ശേഷം കേരളത്തിലെ ലോക്കൽ ബോഡികളെ ഇതുപോലെ കഴുത്തു ഞെരിച്ച് കൊന്ന ഒരു സർക്കാർ ഉണ്ടായിരുന്നില്ല. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ കൊല്ലം പഞ്ചായത്ത് മെമ്പർമാർ ഇവിടെ ഉണ്ടല്ലോ, കൗൺസിലർമാരൊക്കെ ഉണ്ടല്ലോ. കഴിഞ്ഞ കൊല്ലം 3 ഗഡുവായിട്ടാണ് പൈസ കൊടുക്കുന്നത്. അതായത് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയുള്ള പിണറായി വിജയന്റെ നാടകമാണ് ഇത്തരത്തിൽ പിണറായി വിജയൻ ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെയാണ് സതീശൻ ഇങ്ങനെ എന്താ പറയുക, സതീശന്റെ വിരട്ടൽ കേട്ട് മൈക്കുവരെ വിറച്ചു എന്നാണ് പറയുന്നത്. പിണറായി വീട്ടിലിരുന്ന് ഇപ്പോഴും പിണറായിയുടെ മുള്ളരി മാറിയിട്ടില്ലെന്നാണ് പറയുന്നത്. സതീശനും കൂടെ ആർജവത്തോടെ വാളെടുത്ത് അങ്ങനെ ഓങ്ങിയാണ്. നാണമില്ലേ പ്രതിപക്ഷ നേതാവ് നിങ്ങൾക്ക്? ലേശം, ഒരുപാടൊന്നും വേണ്ട, ലേശം വേണ്ടേ? എന്ത് കണ്ടിട്ടാണ് ഈ കിടന്ന് തിളയ്ക്കുന്നത്? അങ്ങേർക്ക് കളി അറിയാം, അതുകൊണ്ട് അങ്ങേരെ ഇവിടെ കിടന്ന് നന്നായിട്ട് കളിക്കുന്നുണ്ട്. 2026 എങ്ങനെ അധികാരം പിടിക്കണമെന്ന് കഴിഞ്ഞ സർക്കാരിൽ കിറ്റ് കൊടുത്ത് അധികാരം, നിങ്ങൾ കുറേ ജനവിരുദ്ധത ഉണ്ടാക്കിയല്ല, എന്നിട്ട് എന്തായി? ഒരു കിറ്റ് കാണിച്ച് അങ്ങനെ ആളുകളെ മൊത്തവും എടുത്ത്. ഇപ്പോൾ അയ്യപ്പന്മാരോടൊപ്പമാണ് ആളുകൾ. അതിന് സമുദായങ്ങളെ മൊത്തം നിർത്തി നായരുടെ ദൈവം എന്ന് പറയുന്ന സുകുമാരൻ നായരെ കൊണ്ടുവരെ പറയിപ്പിച്ചു. UDF-നൊപ്പമല്ല, LDF-നൊപ്പമാണ്. തീർന്നില്ലേ? പിന്നെ ഈ വാചക കസർത്ത് നടത്തിയിട്ട് എന്ത് കാര്യമെന്ന് പറ. കളി അറിയാവുന്നത് പിണറായിക്കാണ്. പിണറായി അത് നന്നായി കളിക്കുന്നുമുണ്ട്. ആ കളി ഈ പോക്ക് പോവുകയാണെങ്കിൽ മാതാ അമൃതാനന്ദമയ്ക്ക് അടക്കം ഉമ്മം കൊടുത്ത്, അമൃതാനന്ദമയി ആയതുകൊണ്ട് ഈ ദീർഘവീക്ഷണം ഉണ്ടല്ലോ അവർക്ക് എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് സജി ചെറിയ വന്നത് ഉമ്മ കൊടുത്തത് എന്തിനാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. എങ്കിൽ പോലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവർ ചിലപ്പോൾ വോട്ട് കുത്താൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അങ്ങേര് കളം അറിഞ്ഞ് കളിച്ചു തുടങ്ങി പിണറായി വിജയൻ. അപ്പോഴിവിടെ വാളെടുത്തും മൈക്കിനെ വിറപ്പിച്ച് നിങ്ങളെ കൊണ്ട് കഥയെ പറ്റൂ. കേരളത്തിലെ പ്രതിപക്ഷ നേതാവെന്നും പറഞ്ഞ് സത്യസന്ധമായിട്ട് പറയാമല്ലോ, നിങ്ങളെ കേരളത്തിലെ ജനങ്ങൾക്കൊരു തരി പോലും ഇഷ്ടമല്ല. നിങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെ നിങ്ങളെ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതറിയില്ല. ഈ രാഹുൽ മാങ്കൂട്ട വിഷയമൊക്കെ വന്നപ്പോഴേ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നൊക്കെ കോൺഗ്രസിനകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒക്കെ നന്നായിട്ടറിയാം. പിന്നെ ഈ കിടന്ന് കോലം തുള്ളിയിട്ട് പിണറായി കാവ്യവേഷം കെട്ടുമെന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിച്ചിട്ട് വല്ല കാര്യമുണ്ട്? പിണറായി പറയുമ്പോൾ പിണറായി പറയുന്നത് എന്താണ്? അന്ന് ചെയ്തത് തെറ്റായിപ്പോയി, അത് തെറ്റായെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ശരിയുടെ വഴിയിലൂടെ നടന്നു. നിസാരം. അന്ന് അമൃതാനന്ദമയ്യെ കടപ്പുറ സുധാമണി എന്ന് വിളിച്ചത് തെറ്റായിപ്പോയി. ഇന്ന് ഞാൻ ശരിയുടെ വഴിയിലേക്ക് നടക്കുന്നു. അന്ന് സമുദായങ്ങളെ മാറ്റി നിർത്തിയ തെറ്റായിപ്പോയി. ഇന്ന് ഞാൻ സമുദായങ്ങളെ എൻ്റെ വഴിയിലേക്ക് നടത്തുന്നു. അത്രേ ഉള്ളൂ. പിണറായിയുടെ കാറിൻ്റെ അടുത്ത് പോലും പോകാൻ കാക്ക പോലും ഭയക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാക്ക പോലും പിണറായി പുറത്തിറങ്ങിയാൽ പിണറായിയുടെ വാഹനവും പിണറായിയും കണ്ടാൽ ഭയക്കുമെന്നാണ്. ആ കാറിനകത്താണ് നടേശൻ കയറി വന്നത്. അപ്പോൾ നടേശനും പിണറായിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം എത്രത്തോളമാണെന്ന് UDF-ന് മനസ്സിലായോ? ഇവിടെ കിടന്ന് നക്കാപ്പിച്ച വർത്താനം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, ഒരു കാര്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെണ്ണ് കേസിൽ ഒരുമാതിരി പാർട്ടി അടിപതറി. അടുത്ത് ഷാഫിയുടെ മറ്റേ ബാംഗ്ലൂർ ട്രിപ്പ് കേസ് പൊങ്ങി വരുമോ വരില്ലേ എന്നുള്ള ആശങ്കയിലാണ്. ഇനി ഏതെങ്കിലും യുവാക്കൾ അല്ലെങ്കിൽ കുറച്ച് പ്രായം ചെന്നവരൊക്കെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരുമായിട്ട് ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് ഏതെങ്കിലും ഉന്നത നേതാക്കന്മാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട്, അത് അവരുടെ കുടുംബജീവിതത്തെ ബാധിച്ചു. നാളെ ഭാര്യ തന്നെ രംഗത്തെത്തി ഭർത്താവിനെതിരെ പറയാൻ അറിയില്ല. കുടുംബമാണ്, നമ്മുടെയൊക്കെ ജീവിതമാണ്. ഇന്ന് നാളെ എന്ത് സംഭവിക്കുന്ന ആർക്കും അറിയില്ല. അതുകൊണ്ട് സതീശ് തിളപ്പ് കുറച്ച് നിർത്ത്, എന്നിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് വാ, എന്നിട്ട് നിന്ന് തിളക്കി.